ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ പോകുന്നത് പിന്നെ കാസർഗോഡ് നിന്ന് അരീക്കോടേക്കാണ് പോകുന്നത്. അഥവാ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ അരീക്കോട് എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക്. നേർവഴി നിങ്ങൾ ഈ മാപ്പിൽ ഇപ്പോൾ കാണുന്നതാണ്. അതായത് കാഞ്ഞങ്ങാട്, കണ്ണൂർ, തലശ്ശേരി, മാഹി, വടകര അങ്ങനെയുള്ള റൂട്ടാണ് നേർവഴി. പക്ഷേ നമ്മൾ ആ റൂട്ടിൽ നിന്ന് മാറി പിടിക്കുകയാണ്, വേറെ റൂട്ടിലൂടെയാണ് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അഥവാ സുള്ളിയ, മടിക്കേരി, കുട്ട, പിന്നെ തോൽപ്പെട്ടി, കാട്ടിക്കുളം കാട് വഴി അങ്ങനെ വന്നിട്ട് പിന്നെ വയനാട് വൈത്തിരിയിൽ നിന്ന് താഴേക്ക് ചുരമിറങ്ങിയിട്ട് മുക്കം, അരീക്കോട് ആ റൂട്ട് ആ രീതിയിൽ വരാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അതിൻ്റെ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ജേണി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏകദേശം സുള്ളിയൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന റൂട്ട് ഇത് കണ്ടില്ലേ, ആ റൂട്ടിലൂടെ ബോവിക്കാനം വഴിയാണ് നമ്മൾ പോകുന്നത്. ബോവിക്കാനം ടു സുള്ളിയ, ബോവിക്കാനത്ത് നിന്ന് സുള്ളിയയിലേക്കുള്ള റോഡ് ഈ റാണിപുരം റൂട്ടാണത്. ശരിക്ക് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ റാണിപുരം എന്ന് പറയുന്നൊരു നല്ലൊരു അടിപൊളി സ്പോട്ടുണ്ട്. ആ സ്പോട്ടിലേക്ക് പോകുന്ന റൂട്ടാണത്. നല്ല റോഡാണ്, റബ്ബറൈസ് റോഡാണ്. ഒരുപാട് ലോങ് നല്ല റോഡ് കിട്ടുന്നുണ്ട്. ആ റൂട്ടിലങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ ഏകദേശം രാവിലെ ഒരു 7:30 സമയമൊക്കെയാണിത്. അതുകൊണ്ട് തന്നെ പിന്നെ നല്ല ഭംഗിയുള്ളൊരു അറ്റ്മോസ്ഫിയർ എനിക്ക് കിട്ടി. ഇതിൻ്റെ ഈ പാലം അതിമനോഹരമായിട്ടുള്ളൊരു പാലവും അതിൻ്റെ വ്യൂ ആണ്. ഞാൻ അവിടെ നിന്ന് വണ്ടി ഇറങ്ങിയിട്ട് ആ വ്യൂ എല്ലാം എടുത്തു. നമ്മൾ ഈ പാലം കടന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അടൂർ എന്ന് പറയുന്ന സ്പോട്ടുണ്ട്. അടൂറിലേക്ക് പോകും. അടൂറിൽ നിന്ന് പിന്നെ മാറിയിട്ടാണ് സുള്ളിയിലേക്ക് പോവുക. സുള്ളിക്ക് അടുത്തായിട്ടാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. നല്ല ഒരു ഭംഗിയുള്ള ലൊക്കേഷനാണ്. നമുക്കത് കാണുമ്പോൾ അറിയും. അതിൻ്റെ ഒരു ചെറിയൊരു നദി ഇങ്ങനെ താഴേക്ക് കൂടെ പോയിട്ട് ആ നദി ഒരുപാട് മലഞ്ചെരിവുകൾക്കിടയിലൂടെ ഇങ്ങനെ അതിൻ്റെ ഒരു വ്യൂ കാണാം. അപ്പോൾ അത് നമ്മുടെ ക്യാമറയ്ക്ക് ഒരു നല്ലൊരു ബ്യൂട്ടി ആയിട്ട് തോന്നി. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. ശരിക്കും അടൂരിൽ നിന്ന് സുള്ളിയിലേക്കുള്ള ഒരു ചെറിയ റോഡുണ്ട്. ശരിക്കും വളരെ വീതി കുറഞ്ഞ റോഡാണ്. രണ്ട് സൈഡിലും വലിയ കാടുകളാണ്. അത്യാവശ്യം നല്ല വന്യമൃഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള കാടാണ്. ഇവിടെ ഒരുപാട് പുലികളെ കണ്ട വാർത്തകളൊക്കെ അധികം വരാറുണ്ട്. പുലി വരുന്നുണ്ട്, ഇവിടെ കാണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആ ലൊക്കേഷനാണ്. അപ്പോൾ രണ്ട് സൈഡിൽ വടുകൂറ്റൻ മരങ്ങളും പിന്നെ കാട്, ആ ഒരു ഫീലാണ്. സെൻറ്ററിലൂടെ ഈ റോഡ് ഇങ്ങനെ പോകുന്നത്. ഏകദേശം നമ്മൾ ആ മുള്ളി റൂട്ട് ഉണ്ടല്ലോ, ആ ഒരു ഫീൽ കിട്ടും ഇതിലിങ്ങനെ പോകുമ്പോൾ. പിന്നെ ബെസ്റ്റ് സോളോ റൈഡിന് പറ്റിയ റോഡാണ്.
റോഡ് കംപ്ലയിൻറ്റ്സ് കുറവാണ്. എനിവേ ബൈക്കിന് അടിപൊളിയാണ്. 4 വീലർ കൊണ്ട് പോവുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം റോഡിൻ്റെ ഇത് സെറ്റപ്പ് അടിപൊളിയാണ്. ഏകദേശം നമ്മൾ സുള്ളിയ ഇത് പാസ്സായ സുള്ളിയിലെത്തും. സുള്ളിയ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് സുള്ളിയെന്ന് പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് സുള്ളിയ ടു മടിക്കേരി റൂട്ടാണ്. അപ്പോൾ നമുക്ക് മാപ്പ് അടിച്ച് നോക്കിയാൽ കാണാം. മടിക്കേരി ടു സുള്ളിയ എന്ന് പറയുമ്പോൾ ഏകദേശം കണ്ടില്ല, ഈ മാപ്പിൽ നിങ്ങൾ കാണുന്നുണ്ടാവും സൈഡിൽ നല്ല പർവ്വതങ്ങൾ. ആ പർവ്വതങ്ങൾക്ക് വ്യൂ കണ്ടുകൊണ്ടുള്ള ഒരു റോഡാണ്. അത്യാവശ്യം നല്ല റോഡാണ്, പിന്നെ വീതിയുള്ള റോഡാണ്. അതിലൂടെ മടിക്കേരിയിലേക്ക് ഏകദേശം ഒരു 60 കിലോമീറ്റർ 85 കിലോമീറ്ററോളം റൈഡിങ് ഉണ്ട്. അതാണ് ആ റൂട്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും ദൂരെ ഒരു മല നിര കാണുന്നുണ്ടാവും. ആ പർവ്വത നിരകൾ ഒരുപാട് അടുത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോൾ ഏകദേശം ഒരു 15-20 കിലോമീറ്ററോളം ഈ മലഞ്ചെരുവിൻ്റെ അടുത്ത് കൂടെയുള്ള യാത്രയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും. പോയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്പോട്ട് കിട്ടും. വെള്ളം കുറവാണ്. പിന്നെ ഇവിടെയാണ് നമ്മളെ വണ്ടി ഇരിക്കുന്നത്. ഏകദേശം 1991 മോഡലൊരു പഴയ ബുള്ളറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ യാത്ര. വണ്ടി നമുക്ക് ബുദ്ധിമുട്ട് തന്നിട്ടില്ല. പിന്നെ പഴയ ബുള്ളറ്റ് ആയതുകൊണ്ട് തന്നെ അധികം ഗിയറൊന്നും ചേഞ്ച് ചെയ്യാതെ 4th ഗിയറിൽ അങ്ങനെ പൊട്ടിച്ചുകൊണ്ട് അങ്ങനെ പോകാം. നല്ല ജെന്യൂൻ ബീറ്റും അങ്ങനെ എൻജോയ് ചെയ്തിങ്ങനെ പോകാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും യാത്ര ബോറടിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ കൂടെ നല്ലൊരു ഫ്രണ്ടായിട്ട് തന്നെ പോയിട്ട് ഈ സ്പോട്ടിൽ ആളുകളൊക്കെ ഒന്ന് ചായലും കുടിക്കുന്ന ഒരു സ്പോട്ടാണ്. പ്രത്യേകിച്ച് സീസൺ സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഈ അബ്ബിക്കൊള്ളിയിൽ വെള്ളം വീഴുന്ന സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും. മഴക്കാലത്ത് ഇവിടെ അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. കുറച്ച് ചെറിയ രീതിയിൽ വെള്ളം അതിൽ ഇപ്പോഴും വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ മടിക്കേരി എത്തി. മടിക്കേരി വണ്ടി കുറച്ച് സമയം നിർത്തിയിട്ടൊരു കോഫിയെല്ലാം കുടിച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. മടിക്കേരി ഒന്ന് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം ഉണ്ടായിട്ടില്ല. 1 മണിക്കൂറോളം അവിടെ റെസ്റ്റ് എടുത്തിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. ലൊക്കേഷൻ്റെ ടൂറിസ്റ്റ് പ്ലേസുകൾ പിന്നെ സ്പോട്ട് അടിച്ച് പോവുക എന്നുള്ളത് നമ്മൾ പ്ലാനിങ്ങിലില്ല സത്യത്തിൽ. അതുകൊണ്ടാണ് ശരിക്കും ഇവിടെ രാജാസേട്ട് പാർക്കെല്ലാം കാണാനുണ്ട്. അവിടുന്ന് പക്ഷേ ഒന്ന് കുളിക്കേണ്ടതുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ മടിക്കേരി ഇരിപ്പു വാട്ടർഫാൾസ് എന്ന് പറയുന്ന ലൊക്കേഷനുണ്ട്. ഏകദേശം 45 കിലോമീറ്ററോളം പോകണം, 50 കിലോമീറ്ററോളം. ആ ലൊക്കേഷനിലേക്ക് നമ്മൾ അവിടുന്ന് റൂട്ട് വിട്ട് കുട്ട വഴിയാണ് പോകുന്നത്. നേരെ നിങ്ങളിപ്പോൾ കാണുന്നത് ഇരിപ്പു വാട്ടർഫാൾ വരുന്ന ആ പർവ്വതങ്ങളാണ്. ഏകദേശം 50 കിലോമീറ്റർ താണ്ടിയിട്ട് എത്തിയതാണ്. ഇതാണ് ആ വാട്ടർഫാൾ. ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം കുറവാണ്. പക്ഷേ ഈ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ ശരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഐസ് വാട്ടറിൽ തല മുക്കിയെടുത്തുള്ള ആ ഒരു ഫീല്, എനിക്ക് അത്യാവശ്യം ചൂടെല്ലാം കൊണ്ട് അങ്ങനെ ഒരു ഇറിറ്റേറ്റ് ആയിട്ടാണ് ശരിക്കും ഞാൻ ലൊക്കേഷനിൽ എത്തിയത്. പക്ഷേ ഉണ്ടല്ലോ, ആ വെള്ളത്തിലൊന്ന് മുങ്ങി എണീറ്റപ്പോൾ എന്തോ ഒരു ഔഷധ ജലത്തിൽ നമ്മൾ മുങ്ങി എണീറ്റ പോലെ ഒരു അവസ്ഥ അതിന് മുമ്പുള്ള ആളായിരുന്നില്ല അതിൽ നിന്ന് കുളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജേണിക്ക് നല്ലൊരു എനർജി കിട്ടിയിട്ടുണ്ട്. അത്രയും കിടിലം വെള്ളമാണ് ശരിക്കും. അവിടെ അത്ര കുറച്ച് വെള്ളമാണെങ്കിലും അതിൽ നമ്മൾ പിന്നെ ഒന്ന് മുങ്ങി കുളിക്കുക എന്നുള്ളത് നമ്മുടെ യാത്രയെ അത്രയും സുന്ദരമാക്കുന്ന സൂപ്പർ ഒരു അവസ്ഥയാണ്. പക്ഷേ ഇത് ഒരു കണക്കിന് ഇതാണ് നല്ലത്.
ഇങ്ങനെ ആകുമ്പോൾ പിന്നെ വെള്ളച്ചാട്ടമൊക്കെ വാട്ടർഫാളെല്ലാം പിന്നെ കുട്ടികൾക്കെല്ലാം സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെ എളുപ്പം ഫീൽ ചെയ്യാൻ പറ്റും. അതിനടിയിൽ പോയി നിൽക്കാനും എല്ലാം പറ്റും. ശരിക്കും ഇതൊരു വലിയ നിരകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന വെള്ളമാണ്. നല്ല വെള്ളമാണ്, നല്ലൊരു കാടിൻ്റെ ഒരിതുള്ള വെള്ളമാണ്, സ്വഭാവമുള്ള വെള്ളമാണ്. അത് നമുക്ക് മനുഷ്യർക്ക് ഇവിടെ പലതരം മൃഗങ്ങൾ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ബോർഡിൽ കൊടുത്തിട്ടുള്ളത്. കടുവയും സിംഹവാലൻ കുരങ്ങനും സിംഹവാലൻ കുരങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. കടുവ പോലെയുള്ള മൃഗങ്ങൾക്കും സാധ്യതയുണ്ടെന്നാണ്. ആനയൊക്കെ ചിലപ്പോൾ വരാറുണ്ട് അവിടെ. ആന വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വിടലില്ല. ആന ചിലപ്പോൾ വെള്ളത്തിൽ കുളിക്കാനെല്ലാം വരും. നമുക്കിപ്പോൾ കാണുന്നുണ്ടാവും അതിൻ്റെ ഭംഗി. ശരിക്കും ഒരു കാട് വൈൽഡ് ട്രിപ്പ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അഥവാ പീസ്ഫുള്ളായിട്ടൊരു വൈൽഡ് ട്രിപ്പ്, അധികം അഡ്വാൻറ്റേജും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം സ്പോട്ടുകളൊക്കെ ഈസിയാണ്. കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ ഫാമിലിയായിട്ടെല്ലാം വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ഇവിടെ ഇരിപ്പ് ഫോൾസിൽ നിന്ന് നമ്മൾ ഏകദേശം ഇനി പോകുന്നത് പിന്നെ തോൽപ്പെട്ടി റൂട്ടിൽ കാട്ടിക്കുളം, അഥവാ ഇനി നെക്സ്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കുട്ടയാണ്. കുട്ടയെന്ന് നിങ്ങൾക്ക് മാപ്പിൽ കാണാം. കുട്ടയെന്ന് തോൽപ്പെട്ടി വൈൽഡ് ലൈഫ്. അവിടെ നിന്ന് തോൽപ്പെട്ടി ടു കാട്ടിക്കുളം റൂട്ടുണ്ട്. ഏകദേശം ഒരു 14-15 കിലോമീറ്ററോളം. ഒരു രണ്ട് സൈഡിലും ഒരു റിയൽ ഫോറസ്റ്റ്. ആ ഫോറസ്റ്റിൻ്റെ സെൻറ്ററിലൂടെയുള്ള അതീവമായ ഏത് തരത്തിലുള്ള മൃഗങ്ങളെയും കാണാൻ സാധ്യതയുള്ളൊരു യാത്ര. പുലി ആയിക്കോട്ടെ, കടുവയായിക്കോട്ടെ, പിന്നെ മറ്റു രീതിയിലുള്ള അപകടകാരികളായിട്ടുള്ള മൃഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത. ആനയുടെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആനയുടെ ഇഷ്യൂസ് എല്ലാം ഉണ്ടായിട്ടുള്ള, ആന വരുന്നതും പിന്നെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തുന്നതൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ലൊക്കേഷനാണ്. പക്ഷേ കുറച്ചൊരു ശ്രദ്ധിക്കേണ്ട ലൊക്കേഷൻ ആണെങ്കിൽ പോലും ഈ ലൊക്കേഷനിലൂടെയുള്ളൊരു യാത്ര ഒരു നമ്പർ 1 ഫീലിംഗാണ്. ശരിക്കും ഒരു നിർബന്ധമായിട്ടൊരു യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾ പോയിരിക്കേണ്ട ലൊക്കേഷനാണ് അത്. കുറഞ്ഞ ആ ഒരു 20 കിലോമീറ്ററിനുള്ളിലുള്ള ആ ഒരു ഏരിയ നമ്മൾ ഒരു ബൈക്ക് കൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ഒരു അനുഭവം നമുക്കൊരു വാക്കുകളിലൂടെ പറയാൻ കഴിയാത്ത, എനിക്ക് വീഡിയോസിൽ ഏകദേശം കാണാൻ പറ്റി. ഈ കാടിൻ്റെ ഒരു മനോഹാരിത മാക്സിമം കഴിയുന്നത്ര പകർത്തിയെടുത്തിട്ടുണ്ട്.
തുടർന്ന് നമ്മൾ പോകുന്നത് വൈത്തിരി അഥവാ കാട്ടിക്കുളത്ത് നിന്ന് വൈത്തിരിയിലേക്കുള്ള റൂട്ടാണ്. ഏകദേശം ഒരു 10-50 കിലോമീറ്ററോളം 55 കിലോമീറ്ററോളം പോകണം വൈത്തിരിയിൽ നിന്ന് അരീക്കോട്. ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വൈത്തിരി എന്ന് പറഞ്ഞാൽ ഏകദേശം നിങ്ങൾക്കറിയാലോ, വയനാട് വൈത്തിരിയിൽ നിന്ന് ചുരം ഇറങ്ങിയിട്ട് നേരെ താമരശ്ശേരി, മുക്കം, അരീക്കോട്. ഇതാണ് നമ്മൾ ഇനിയുള്ള ഫൈനൽ ഒരു ട്രാവൽ എന്ന് പറയുന്നത്. ഗായ്സ്, ഏകദേശം രാത്രി ആയപ്പോഴത്തേക്കാണ് ലക്കിടി വ്യൂ പോയിന്റിൽ എത്തിയിട്ടുള്ളത്. ലക്കിടി വ്യൂ പോയിന്റിൽ എന്ന് പറയുന്നത് പിന്നെ വൈത്തിരി കഴിഞ്ഞിട്ട് ചുരം സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ. ഇനി ചുരം ഇറങ്ങിക്കഴിഞ്ഞാൽ താമരശ്ശേരി, മുക്കം നാട്ടിലേക്കുള്ള റൂട്ടാണ്. നമ്മുടെ യാത്രയുടെ ആ ഒരു സൗന്ദര്യമുള്ള സ്ഥലങ്ങളെല്ലാം ഈ ചുരത്തോട് കൂടിയിട്ട് അവസാനിക്കും. പിന്നെ പട്ടണങ്ങളിലൂടെയുള്ള നാട്ടിലേക്കുള്ള സാധാ യാത്രയാണ്. ഈ വീഡിയോക്കുള്ള റെസ്പോൺസിനനുസരിച്ച് തുടർന്ന് വീഡിയോസുകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും